ദൈവത്തിന്റെ ദാസനായ മോശയെക്കുറിച്ചാണ് ചില ദിവസങ്ങളായി ദൈവവചനത്തിലൂടെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് മോശ തന്റെ ശുശ്രൂഷയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അഭിമുഖീകരിച്ച ചില പാമ്പുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ, കർത്താവിന്റെ ആത്മാവ് ചില പുതിയ പാഠങ്ങൾ നമ്മെ ഇതിൽ നിന്നും പഠിപ്പിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് തുടരാം. ഒന്നാമതായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിലാണ്. സ്വർഗത്തിലെ ദൈവത്തോട് മോശ ചോദിക്കുകയാണ്, ദൈവമേ, നീ പറയുന്ന വാക്കുപോലെ ഇസ്രായേൽ മക്കളെ വിടുവിച്ചെടുക്കേണ്ടതിന് മിസ്രൈമിലെ ഫറവോന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു പോകാം. പക്ഷേ എൻ്റെ വാക്ക് ജനം വിശ്വസിക്കാതെ, അവർ എന്നെ അനുസരിക്കാതെ, ദൈവം എന്നെ അയച്ചു എന്ന് അവർ വിശ്വസിക്കാതെ ഇരുന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ സ്വർഗത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മോശ ഒരു വടി എന്ന് ഉത്തരം പറയുകയാണ്. ആ വടി നിലത്തിടുവാൻ കൽപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ മോശ വടി താഴെയിട്ടപ്പോൾ വടി തനിക്കെതിരെ ഒരു സർപ്പമായി പത്തി വിരിച്ചു നിൽക്കുകയാണ്. മോശ അതിനെ കണ്ട് അവിടെ നിന്നും ഓടിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, ഒന്നാമതായി നീ മുള്ളിന്റെ മുമ്പിൽ നിൽക്കുന്നു, നീ തീയുടെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പോൾ നീ പാമ്പിന്റെ മുമ്പിൽ ഓടിപ്പോകേണ്ട കാര്യമില്ല, നീ മടങ്ങിച്ചെന്ന് അതിന്റെ വാലിൽ പിടിക്കുവാൻ ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് മോശ ആ പാമ്പിന്റെ വാലിൽ പിടിച്ചപ്പോൾ അത് പഴയതുപോലെ ഒരു വടിയായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ കയ്യിൽ അടങ്ങിയിരുന്ന അവന് വടി നമുക്ക് നേരെ പണമുയർത്തി ചീറ്റിക്കൊണ്ട് അടുത്തു വരുന്ന എത്രയോ സാഹചര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷയിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തി എന്ന് പറയുന്നത് പോലെ നാം മുറിച്ചെടുത്ത, നാം അതിൻ്റെ ശിഖരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് അതിനെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് മുട്ടിന്മേലിരുന്ന് അതിനെ മുറിച്ചെടുത്ത് മയപ്പെടുത്തി വേരുകളും കൊമ്പുകളും ഇലകളും തൊലികളും ചെത്തിക്കളഞ്ഞ് അതിനെ എണ്ണയിട്ട് മയപ്പെടുത്തി ഒരു നല്ല വടിയാക്കി തീർത്തു. പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാം വളർത്തിക്കൊണ്ട് വന്നത്, നമ്മുടെ മുൻപിൽ കീഴടങ്ങിയിരുന്നത്, എന്നാൽ നമുക്കെതിരെ പലപ്പോഴും തിരിഞ്ഞപ്പോൾ, സംസാരിച്ചപ്പോൾ നാം ഓടിപ്പോയിട്ടില്ലേ, നാം തകർന്നു പോയിട്ടില്ലേ? പക്ഷെ സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, നീ ഓടിപ്പോകേണ്ട കാര്യമില്ല, തിരിഞ്ഞു നിന്ന് അതിൻ്റെ വാലിൽ പിടിക്കുവാൻ തയ്യാറായാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച, നിങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ പ്രയത്നഫലമായി ഉയർന്നു വന്ന പലരും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഓടിപ്പോകേണ്ട കാര്യമില്ല. ദൈവം തന്ന അതോറിറ്റിയിൽ, അധികാരത്തിൽ, ദൈവം തന്ന ശുശ്രൂഷയിൽ ഉറച്ചു നിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് കൊട്ടാരത്തിൽ വെച്ച് കണ്ട പാമ്പാണ്. ഒന്ന് ഹോരേബിൽ മുൾപ്പടർപ്പിന് മുൻപിൽ തീയുടെ മുമ്പിൽ കണ്ട പാമ്പാണെങ്കിൽ, രണ്ടാമതായി മോശ അഭിമുഖീകരിക്കുന്നത്, അഥവാ കൂടെ അഹരോനും അഭിമുഖീകരിക്കുന്നത് കൊട്ടാരത്തിൽ വെച്ച് കണ്ട പാമ്പാണ്. അഹരോന്റെ വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി തീരുകയാണ്. മന്ത്രവാദികളും അതുപോലെ തന്നെ ഫറവോൻ ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവം തങ്ങളോട് കൽപ്പിച്ച വടിയെ പാമ്പാക്കുന്ന അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ ഫറവോന്റെ മന്ത്രവാദികളും അതുപോലെ തന്നെ ചെയ്യുകയാണ്. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അഹരോന്റെ പാമ്പ് ആ മറ്റ് പാമ്പുകളെ വിഴുങ്ങിക്കളയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിനെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ, ദൈവത്തിന്റെ നാമത്തിനെതിരെ, ദൈവത്തിന്റെ അധികാരത്തിനെതിരെ എഴുന്നേറ്റ് വരുന്ന ധാരാളം പാമ്പുകൾ, ധാരാളം വടികൾ കണ്ടേക്കാം. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ നീ യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ, ദൈവം അയച്ച വ്യക്തിയാണെങ്കിൽ, അതിനെ വിഴുങ്ങിക്കളയാനുള്ള ഒരു അധികാരം, അതിനെ പിടിച്ചെടുക്കുവാനുള്ള ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്. എല്ലാം കൂടി എഴുന്നേറ്റ് നിൽക്കുകയല്ല. അവസാനം ശേഷിക്കുന്നത് നിന്റെ വടി മാത്രമായിരിക്കും, നിന്റെ പാമ്പ് മാത്രമായിരിക്കും എന്ന് അവിടെ ദൈവവചനത്തിലൂടെ മിസ്രൈമിലെ കൊട്ടാരത്തിലെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മോശ മൂന്നാമതായി കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, മോശ അഭിമുഖീകരിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പാമ്പ് സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിലെ 4 മുതൽ 9 വരെയുള്ള വാക്യത്തിലാണ്. അവിടെ മരുഭൂമിയിലെ പാമ്പിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഗ്നിസർപ്പങ്ങൾ ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ കൂട്ടമായി ഉണ്ടാകുകയാണ്. ഈ അഗ്നിസർപ്പങ്ങൾ ഇസ്രായേൽ മക്കളെ കടിച്ചു, അനേക പ്രിയപ്പെട്ടവർ പിടഞ്ഞു വീണ് മരിക്കുകയാണ്.
ഇസ്രായേൽ മക്കൾ മോശയോട് ആവശ്യപ്പെട്ടു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ദൈവത്തോട് അവൻ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ദൈവം അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഒരു കൊടിമരം ഉണ്ടാക്കി, ഒരു താമ്ര സർപ്പം ഉണ്ടാക്കി, നീ അതിനെ അഗ്നിസർപ്പം അവൻ ഉയർത്തണം. കടിയേൽക്കുന്ന ആളുകൾ അതിനെ നോക്കിക്കഴിയുമ്പോൾ അവൻ ജീവൻ പ്രാപിക്കും എന്ന് പറയുകയാണ്. മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തപ്പോൾ അവൻ പാമ്പിന്റെ സർപ്പത്തിന്റെ കടിയേറ്റ ആളുകൾ ആ താമ്ര സർപ്പത്തിലേക്ക് നികുഷ്ടാനിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ജീവൻ പ്രാപിച്ചു, അവർ വിടുതൽ പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് അതിനുള്ള ഡെഫിനേഷൻ പറയുന്നത്: മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ദുഷ്ടപിശാചിന്റെ ആ പഴയ പാമ്പിന്റെ കടിയേറ്റ് നിത്യനരകത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ട പാപത്തിന്റെ ശമ്പളമായ മരണത്തിനും അതിനുശേഷമുള്ള നിത്യനരകത്തിനും വിധിക്കപ്പെട്ട ആളുകൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലേക്ക്, ഉയർത്തപ്പെട്ട കർത്താവിലേക്ക്, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണിമേൽ പച്ച പൈൻമര കുരിശിൽ ആ ഉയർത്തപ്പെട്ട ആ കർത്താവിലേക്ക് നോക്കിക്കഴിയുമ്പോൾ സകലരും നോക്കി രക്ഷപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. എൻ്റെ പ്രാർത്ഥന അതാണ്. 21-ാം നൂറ്റാണ്ടിൽ എൻ്റെ മെസ്സേജ് കേട്ട് ചിലരെങ്കിലും എൻ്റെ കർത്താവിനെ അറിയുവാൻ, എൻ്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി രക്ഷപ്പെടുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ദേശത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നിങ്ങളെ നിർത്തിയിരിക്കുന്ന ഇടങ്ങളിൽ മിഷൻ ഫീൽഡിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആദം ഹൗവമാരെ ആ പാമ്പിന്റെ വാഹനമേറിയാണ് ദുഷ്ടപിശാച് ഏദൻ തോട്ടത്തിൽ കടന്നു വരുന്നത്. അവൻ ഉപായത്താൽ ഹൗവയെ വഞ്ചിച്ചതുപോലെ, ചതിച്ചതുപോലെ ആ ദുഷ്ടപിശാച് ഇന്നും അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമനുസരിച്ച് അനുസരണക്കേട് കാണിക്കാതെ ദൈവകൃപയിൽ നിൽപ്പാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. 91-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. എന്നാൽ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവപൈതലിന് ഒരു വിടുതലുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. നിന്റെ നേരെ അണലി കടന്നു വരട്ടെ, നിന്റെ നേരെ പെരുമ്പാമ്പ് കടന്നു വരട്ടെ, അതിനെ ചവിട്ടുവാനുള്ള ഒരു അധികാരം, ഒരു അഭിഷേകം, ഒരു നിയോഗം എന്റെയും നിന്റെയും മുകളിൽ ദൈവം വെച്ചിട്ടുണ്ടെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറയുന്നു: പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ അല്ല, ശത്രുവിന്റെ സകല ബലത്തെയും, ശകലം ബലമല്ല സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണ് പാമ്പിന്റെ പ്രത്യേകത? അത് കൗശലമുള്ളതാണ്, അത് ബുദ്ധിയുള്ളതാണ്, അത് തലകൊണ്ടാണ് ആക്രമിക്കുന്നത്, അത് മുന്നോട്ടാണ് ആക്രമിക്കുന്നത്. തേളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ അധികാരമുള്ളത്, അതിന്റെ ശക്തിയുള്ളത്, വിഷമുള്ളത് വാലിലാണ്, അത് പുറകോട്ടാണ് ആക്രമിക്കുന്നത്. ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, പാമ്പ് ആക്രമിച്ചാലും, തേളാക്രമിച്ചാലും, മുന്നോട്ടാക്രമിച്ചാലും, പുറകോട്ടാക്രമിച്ചാലും, തലകൊണ്ടാക്രമിച്ചാലും, വാലുകൊണ്ടാക്രമിച്ചാലും അതിനെ ചവിട്ടി മെതിക്കാനുള്ള ഒരു അധികാരം സ്വർഗത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ റോമലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്: സമാധാനത്തിന്റെ ദൈവമോ നിന്റെ പ്രതിയോഗിയെ വേഗത്തിൽ നിന്റെ കാൽ കീഴെ മെതിച്ചു കളയും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദേശാധിപതി ശക്തികളോ, അന്ധകാരത്തിന്റെ വെല്ലുവിളികളോ, പാരമ്പര്യ കെട്ടുകളോ, കുടിയിരിപ്പിന്റെ ശക്തികളോ, മന്ത്രവാദ കൂടോത്ര, ആഭിചാരം, നേർച്ച കാഴ്ചകളുടെ ശക്തിയോ ഒരു ദൈവത്തിന്റെ പൈതലിനെതിരെ കടന്നു വന്നാൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്: സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കുറിച്ച് കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്. അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്നാളിൽ യഹോവ കടുപ്പവും ബലവുമേറിയ വാളുകൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥനെയും വക്രസർപ്പമായ ലിവ്യാഥനെയും തകർത്ത് കളയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പഴയ പാമ്പായ ആ മഹാസർപ്പത്തെ 7 തലയും
10 കൊമ്പും 7 രാജമുടിയുമുള്ള ആ പഴയ പാമ്പായ മഹാസർപ്പത്തെ, ആ പിശാചിനെ കർത്താവ് തള്ളിക്കളയുന്ന ദിവസം വരുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ സ്തോത്രം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തീ നിറമുള്ള ആ പഴയ പാമ്പിനെ ദൈവം തകർക്കുന്ന ദൈവമാണെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവയുടെ ഭുജം രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒരു തോട്ടപ്പാമ്പായിട്ട് കടന്നു വന്ന് പൗലോസിന്റെ അടുക്കൽ ഒരു അണലിയായി കടന്നു വന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 7 തലയുള്ള മഹാസർപ്പമായി നിൽക്കുന്ന ആ ദുഷ്ടപിശാചിനെ, ആ മഹാസർപ്പത്തെ സ്വർഗത്തിലെ ദൈവം തള്ളിക്കളയുന്ന നാളുകൾ വിദൂരമല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസിനെതിരെ ഒരു അണലിയുടെ രൂപത്തിൽ കടന്നു വന്ന് പൗലോസിന്റെ കൈക്ക് പറ്റുകയാണ്. ആമേൻ. അപ്പോൾ അവിടെ നിന്ന് ബർബരന്മാർ പറഞ്ഞു, ഇവന്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ്, ഇവൻ ഇവിടെ കൊണ്ട് തീരാൻ പോവുകയാണ്, ഇവൻ ബലൂണ് പോലെ ഇപ്പോൾ വീർത്ത് പൊട്ടിച്ചാകാൻ പോവുകയാണ്. ചിലർ പറഞ്ഞു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇവൻ പിടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് എന്താണ് ചെയ്തത്? അവൻ ആ ദുഷ്ടപിശാചിനെ, ആ അണലിയെ, ആ പഴയ പാമ്പിനെ അവൻ തീയിൽ കുടഞ്ഞു കളയുകയാണ്. അവനെ കൊല്ലാൻ വന്നതിനെ അവൻ കൊല്ലുകയാണ്, അവനെ ചാരമാക്കാൻ വന്നതിനെ അവൻ ചാരമാക്കുകയാണ്, അവനെ നശിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ വന്നതിനെ അവൻ അവസാനിപ്പിച്ച് അവന്റെ ശുശ്രൂഷ അനസ്യൂതം തുടരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മോശ അവൻ പാമ്പിന്റെ മേൽ ജയമെടുത്തതുപോലെ, പൗലോസ് പാമ്പിന്റെ മേൽ ജയമെടുത്തതുപോലെ, പുതിയ നിയമസഭയ്ക്ക് ആ പഴയ പാമ്പിന്റെ മേൽ സ്വർഗത്തിൽ ദൈവം അധികാരം തന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം തന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ദൈവം തന്ന നിയോഗം ഉപയോഗിച്ചുകൊണ്ട്, ആമേൻ, ശത്രുവിന്റെ മേൽ, ദുഷ്ടപിശാചിന്റെ മേൽ, പഴയ പാമ്പിന്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പാമ്പെന്ന് പറയുന്ന ജീവിയെ കുറിച്ചല്ല, അതിന്റെ പിൻപിൽ നിന്ന് വ്യാപരിക്കുന്ന പിശാചിനെ കുറിച്ചത്രേ ഇന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ, അധികാരത്തോടെ അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് ആ കെട്ട് പൊട്ടുന്ന ദിവസമാണ്, ഇന്ന് ബന്ധനം അഴിയുന്ന ദിവസമാണ്. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടിയ, ആദമിനെതിരെ ഹൗവയ്ക്കെതിരെ പോരാടി അവരെ ചതിച്ച, ഉപായത്താൽ വഞ്ചിച്ച് ദൈവകൃപയിൽ നിന്ന് അവരെ വീഴ്ത്തിക്കളഞ്ഞതുപോലെ, സ്തോത്രം, മോശയ്ക്കെതിരെ ആമേൻ മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ, ആമേൻ ഫറവോയുടെ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ, മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ നമുക്കെതിരെ ഏതു സമയത്തും ഈ ദുഷ്ടപിശാച് അടുത്തു വരുവാൻ സാധ്യതയുണ്ട്. പക്ഷെ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മറന്നു പോകരുത്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, സിംഹത്തിന്മേൽ, അണലിമേൽ, ബാലസിംഹത്തെ, പെരുമ്പാമ്പിനെ മെതിച്ചു കളയാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അധികാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരിൽ ഇതെനിക്കുള്ള ദൂതാണ്, എനിക്കുള്ള വചനമാണ്, ഇതെന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നോട് നാളുകളായി പൗലോസിന്റെ ജീവിതത്തിൽ ആമേൻ അവനെ കടലിൽ വെച്ച് തകർത്ത് കളയാൻ പിശാച് ശ്രമിച്ചു. പക്ഷെ കരയിൽ കയറിയപ്പോൾ അവന്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അവൻ വീർത്ത് പൊട്ടി അവൻ ചാകത്തക്ക നിലകളിൽ, അവന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കത്തക്ക നിലകളിൽ ശത്രുവാമൻ പദ്ധതി ഒരുക്കിയെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ, യേശുവിന്റെ രക്തം അവന്റെ ശരീരത്തിൽ വ്യാപരിച്ചത് കൊണ്ട് അവന്റെ ബ്ലഡ് ക്ലോട്ടാകാതെ, അവനൊരു ദോഷവും പറ്റാതെ അതിനെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ ഒരു അഗ്നി ഞങ്ങളിൽ വെളിപ്പെട്ട് അതിനെ കുടഞ്ഞു കളഞ്ഞ് അതിന്മേൽ ജയമെടുക്കുവാനുള്ള കൃപ ദൈവം എല്ലാവരുടെ മേലും പകരണം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം കേട്ട ദൈവമക്കളെ ദൈവം അധികാരം കൊണ്ട് നിറയ്ക്കേണ്ടതിനായി ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സകലത്തിന്റെ മേലും ജയം കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും, ലൈക്ക് ചെയ്യുവാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കണം. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.